അധ്യായം 3. സോളമൻ്റെ ജ്ഞാനം. സോളമൻ ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മകളെ വിവാഹം ചെയ്ത് അവനുമായി ബന്ധുത്വം സ്ഥാപിച്ചു. തൻ്റെ കൊട്ടാരവും കർത്താവിൻ്റെ ആലയവും ജെറുസലേമിന് ചുറ്റുമുള്ള മതിലും പണിതീരുന്നതുവരെ സോളമൻ അവളെ ദാവീദിൻ്റെ നഗരത്തിൽ പാർപ്പിച്ചു. കർത്താവിന് ഒരാലയം അതുവരെ നിർമ്മിച്ചിരുന്നില്ല. ജനങ്ങൾ പൂജാഗിരികളിലാണ് ബലിയർപ്പിച്ചു പോന്നത്. സോളമൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചു. അങ്ങനെ കർത്താവിനെ സ്നേഹിച്ചു. എന്നാൽ അവൻ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു ധൂപാർച്ചന നടത്തി. ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബെയോനിലേക്ക് പോയി. ആ ബലിപീഠത്തിൽ അവൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടുത്തെ മുൻപിൽ വ്യാപരിച്ചു. അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു. അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു മകനെ നൽകുകയും ചെയ്തു. എൻ്റെ ദൈവമായ കർത്താവെ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്കു കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമൻ്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസ്സും സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിനു വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. മാത്രമല്ല, നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. നിന്റെ പിതാവായ ദാവീദിനെ പോലെ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. സോളമൻ നിദ്രയിൽ നിന്നുണർന്നു. അത് ദർശനമായിരുന്നെന്ന് അവന് മനസ്സിലായി. അവൻ ജെറുസലേമിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ വാഗ്ദാന പീഠത്തിന് മുൻപിൽ വന്ന് ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു. പിന്നെ തൻ്റെ സേവകന്മാർക്ക് അവൻ വിരുന്ന് നൽകി. ഒരു ദിവസം 2 വേശ്യകൾ രാജസന്നിധിയിൽ വന്നു. ഒരുവൾ പറഞ്ഞു, യജമാനനെ, ഇവളും ഞാനും ഒരേ വീട്ടിൽ താമസിക്കുന്നു. ഇവൾ വീട്ടിലുള്ളപ്പോൾ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു. 3 ദിവസം കഴിഞ്ഞ് ഇവളും പ്രസവിച്ചു. ആ വീട്ടിൽ ഞങ്ങളെ കൂടാതെ ആരും ഉണ്ടായിരുന്നില്ല. രാത്രി ഉറക്കത്തിൽ ഇവൾ തൻ്റെ കുഞ്ഞിൻ്റെ മേൽ കിടക്കാനിടയായി. കുട്ടി മരിച്ചുപോയി. അടുത്ത രാത്രിയിൽ ഇവൾ എഴുന്നേറ്റ്, ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഇവൾ എൻ്റെ മകനെ എടുത്തു തൻ്റെ മാറിടത്തിൽ കിടത്തി. മരിച്ച കുഞ്ഞിനെ എൻ്റെ മാറിടത്തിൽ കിടത്തി. ഞാൻ രാവിലെ കുഞ്ഞിനെ മുല കൊടുക്കുവാൻ എഴുന്നേറ്റപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞില്ലാതെന്ന് മനസ്സിലായി. മറ്റവൾ പറഞ്ഞു, അങ്ങനെയല്ല, ജീവനുള്ള കുട്ടി എൻ്റേതാണ്, മരിച്ച കുട്ടിയാണ് നിൻ്റേത്. ആദ്യത്തെ സ്ത്രീ എതിർത്തു, അല്ല, മരിച്ച കുട്ടിയാണ് നിൻ്റേത്, എൻ്റെ കുട്ടിയാണ് ജീവിച്ചിരിക്കുന്നത്. അവർ ഇങ്ങനെ രാജസന്നിധിയിൽ തർക്കിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ കുട്ടി ജീവിച്ചിരിക്കുന്നു, നിൻ്റെ കുട്ടിയാണ് മരിച്ചതെന്ന് ഒരുവളും, നിൻ്റെ കുട്ടി മരിച്ചുപോയി എൻ്റേതാണ് ജീവനോടെ ഇരിക്കുന്നതെന്ന് മറ്റവളും പറയുന്നു. ഒരു വാൾ കൊണ്ടുവരിക, രാജാവ് കൽപ്പിച്ചു. സേവകൻ വാൾ കൊണ്ടുവന്നു. രാജാവ് വീണ്ടും കൽപ്പിച്ചു, ജീവനുള്ള കുഞ്ഞിനെ 2 പകുത്ത് ഇവർക്ക് കൊടുക്കുക. ഉടനെ ജീവനുള്ള ശിശുവിൻ്റെ അമ്മ തൻ്റെ കുഞ്ഞിനെയോർത്ത് ഹൃദയം നീറി പറഞ്ഞു, യജമാനനെ, കുട്ടിയെ കൊല്ലരുത്, അവനെ അവൾക്ക് ജീവനോടെ കൊടുത്തുകൊള്ളുക. എന്നാൽ മറ്റവൾ പറഞ്ഞു, കുട്ടിയെ എനിക്ക് വേണ്ട, നിനക്കും വേണ്ട, അവനെ വിഭജിക്കുക. അപ്പോൾ രാജാവ് കൽപ്പിച്ചു, ജീവനുള്ള ശിശുവിനെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക. ശിശുവിനെ കൊല്ലേണ്ടതില്ല, അവളാണ് അതിൻ്റെ അമ്മ. ഇസ്രായേൽ ജനം രാജാവിൻ്റെ വിധി നിർണയം അറിഞ്ഞു. നീതി നടത്തുന്നതിൽ ദൈവിക ജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ് അവർ അവനോട് ഭയഭക്തിയുള്ളവരായി തീർന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അധ്യായം 4. സോളമൻ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായിരുന്നു.
അവൻ്റെ പ്രധാന സേവകന്മാർ സാദോക്കിൻ്റെ പുത്രൻ അസറിയ പുരോഹിതനും ഷീഷായുടെ പുത്രന്മാരായ എലീഹോറേഫും അഹിയായും കാര്യവിചാരകന്മാരുമായിരുന്നു. അഹിലൂദിൻ്റെ പുത്രൻ യാഹോഷാഫത്ത് നടപടി എഴുത്തുകാരനും യാഹോയാദയുടെ പുത്രൻ ബനായ സൈന്യാധിപനും സാദോക്കും അബിയാദറും പുരോഹിതന്മാരുമായിരുന്നു. നാഥാൻ്റെ പുത്രന്മാരായ അസറിയ മേൽവിചാരകനും സാബൂദ് പുരോഹിതനും ദാവീദിൻ്റെ രാജാവിൻ്റെ തോഴനുമായിരുന്നു. അഹീഷാർ ആയിരുന്നു കൊട്ടാര വിചാരിപ്പുകാരൻ. അടിമകളുടെ മേൽനോട്ടം അബ്ദയുടെ പുത്രൻ അദോണിറാമിന് ആയിരുന്നു. രാജാവിനും കുടുംബത്തിനും ഭക്ഷണസാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സോളമന് ഇസ്രായേലിൽ ആകെ 12 പേരുണ്ടായിരുന്നു. ഓരോരുത്തർ ഓരോ മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. അവർ എഫ്രായിം മലനാട്ടിൽ ബൻഹൂർ, മാക്കസ്, ഷാൽബീൻ, ബത്ഷമേഷ്, ഏലോൺ, ബെത്ഹനാൻ എന്നീ പ്രദേശങ്ങളിൽ, ബൻദെക്കർ, അരൂബോത്തിൽ, ബൻഹേസെദ്, സൊക്കായും ഹോഫർ പ്രദേശവും ഇവൻ്റെ അധീനതയിലായിരുന്നു. നഫാത്തുഡോറിൽ ബൻ അബിനാദാബ്, സോളമൻ്റെ പുത്രി താഫാത്ത് ഇവൻ്റെ ഭാര്യയായിരുന്നു. താനാക്, മെഗീദോ എന്നീ നഗരങ്ങളിലും സാരേദാന് സമീപം ജസ്രേലിന് താഴെ ബത്ഷെയാൻ മുതൽ ആബേൽ മെഹേലായും യൊക്യാമിൻ്റെ അപ്പുറവും വരെ ബത്ഷെയാൻ പ്രദേശം മുഴുവനിലും അഹിലൂദിൻ്റെ മകൻ ബാന, ഗിലയാദിലെ റാമൂത്തിൽ ബെൻഗേബർ, മനാസയുടെ മകൻ ജായീർ, ഗിലയാദിലുള്ള ഗ്രാമങ്ങളും മതിലുകളും പിച്ചളയോടാമ്പലുകളോട് കൂടിയ വാതിലുകളുമുള്ള 60 പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോബ് പ്രദേശവും ഇവൻ്റെ അധീനതയിലായിരുന്നു. മഹനായിമിൽ ഇദ്ദോയുടെ മകൻ അഹിനാദാബ്, നഫ്താലി പ്രദേശത്ത് അഹിമാസ്, സോളമൻ്റെ പുത്രി ബസ്മത്ത് ഇവൻ്റെ ഭാര്യയായിരുന്നു. ആഷേറിലും ബയാലോത്തിലും ഹൂഷായുടെ മകൻ ബാന, ഇസാക്കറിൽ പരൂവായുടെ മകൻ യാഹോഷാഫത്ത്, ബെഞ്ചമിൻ പ്രദേശത്ത് ഏലായുടെ മകൻ ഷിമയി, അമോര്യ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓഗും ഭരിച്ചിരുന്ന ഗിലയാദ് പ്രദേശത്ത് ഊറിയുടെ മകൻ ഗേബർ. കൂടാതെ യൂദായിൽ ഒരധിപനും ഉണ്ടായിരുന്നു. യൂദായിലെയും ഇസ്രായേലിലെയും ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നും കുടിച്ചും ഉല്ലാസഭരിതരായി കഴിഞ്ഞു. യൂഫ്രട്ടീസ് നദി മുതൽ ഫിലിസ്ത്യരുടെ നാടും ഈജിപ്തിൻ്റെ അതിർത്തിയും വരെയുള്ള പ്രദേശങ്ങൾ സോളമൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അവൻ്റെ ജീവിതകാലം മുഴുവൻ ജനം കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു. സോളമൻ്റെ അനുദിന ചിലവ് 30 കോർ നേർത്തമാവും, 60 കോർ സാധാരണ മാവും, കലമാൻ, പേടമാൻ, മ്ലാവ്, കോഴി എന്നിവയ്ക്ക് പുറമെ കൊഴുത്ത 10 കാളകൾ, 20 കാലികൾ, 100 മുട്ടാടുകൾ ഇവയുമായിരുന്നു. യൂഫ്രട്ടീസിന് പടിഞ്ഞാറ് തിഫ്സ മുതൽ ഗാസ വരെയുള്ള പ്രദേശങ്ങൾ സോളമൻ്റെ അധീനതയിലായിരുന്നു. യൂഫ്രട്ടീസിന് പടിഞ്ഞാറുള്ള എല്ലാ രാജാക്കന്മാരും അവന് കീഴ്പ്പെട്ടിരുന്നു. അയൽനാടുകളുമായി അവൻ സമാധാനത്തിൽ കഴിഞ്ഞു. സോളമൻ്റെ കാലം മുഴുവൻ ദാൻ മുതൽ ബേർഷബ വരെ യൂദായിലെങ്ങും ഇസ്രായേലിലെയും ജനം മുന്തിരിയും അത്തിയും കൃഷി ചെയ്തു സുരക്ഷിതമായി ജീവിച്ചു. സോളമന് 12,000 കുതിരപ്പടയാളികളും തേർകുതിരകൾക്കായി 40,000 പന്തികളും ഉണ്ടായിരുന്നു. മുൻപ് പറഞ്ഞ സേവകന്മാർ ഓരോരുത്തരും നിശ്ചിത മാസത്തിൽ സോളമൻ രാജാവിനും അവനോടൊപ്പം വസിച്ചിരുന്നവർക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിരുന്നു. ഒരു കുറവും വരുത്തിയില്ല. അവർ കുതിരകൾക്കും വേഗമേറിയ പടക്കുതിരകൾക്കും വേണ്ട ബാർലിയും വൈക്കോലും മുറപ്രകാരം യഥാസ്ഥാനം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. പൗരസ്ത്യദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമൻ്റെ ജ്ഞാനം. എസ്രാഹ്യനായ ഏഥാൻ, മാഹോലിൻ്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദാർദ തുടങ്ങി എല്ലാവരെയും കാൾ ജ്ഞാനിയായിരുന്നു അവൻ. അവൻ്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു. അവൻ 3000 സുഭാഷിതങ്ങളും 1005 ഗീതങ്ങളും രചിച്ചു. ലെബനോനിലെ ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചു. മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചു. സോളമൻ്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിലും നിന്ന് ധാരാളം പേർ അവൻ്റെ ഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു. അധ്യായം 5. ദേവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കം. സോളമനെ പിതാവിൻ്റെ സ്ഥാനത്ത് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് കേട്ട് ടൈർ രാജാവായ ഹീരാം
അവൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. ഹീരാം എന്നും ദാവീദുമായി മൈത്രിയിലായിരുന്നു. സോളമൻ ഹീരാമിന് ഒരു സന്ദേശം അയച്ചു. എൻ്റെ പിതാവായ ദാവീദിന് തൻ്റെ ദൈവമായ കർത്താവിന് ഒരു ആലയം പണിയാൻ കഴിഞ്ഞില്ലെന്ന് നിനക്കറിയാമല്ലോ. ചുറ്റുമുള്ള ശത്രുക്കളെ കർത്താവ് അവനെ കീഴ്പ്പെടുത്തുന്നതുവരെ അവന് തുടർച്ചയായി യുദ്ധം ചെയ്യേണ്ടി വന്നു. എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല, ദൗർഭാഗ്യവുമില്ല. എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ തരത്തിലും സമാധാനം നൽകിയിരിക്കുന്നു. എൻ്റെ പിതാവായ ദാവീദിനോട് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്: നിനക്ക് പകരം സിംഹാസനത്തിൽ ഞാൻ അവരോധിക്കുന്ന നിന്റെ മകൻ എൻ്റെ നാമത്തിന് ഒരാലയം പണിയും. അതനുസരിച്ച് എൻ്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ആകയാൽ ലെബനോനിൽ നിന്ന് എനിക്കായി ദേവദാരു മുറിക്കാൻ ആജ്ഞ നൽകിയാലും എൻ്റെ ജോലിക്കാരും നിന്റെ ജോലിക്കാരോട് കൂടി ഉണ്ടായിരിക്കും. അവർക്ക് നീ നിശ്ചയിക്കുന്ന കൂലി ഞാൻ തരാം. സീദോന്യരെ പോലെ മരം മുറിക്കാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് നിനക്കറിയാമല്ലോ. സോളമന്റെ വാക്ക് കേട്ടപ്പോൾ ഹീരാം അതീവ സന്തുഷ്ടനായി പറഞ്ഞു: ഈ മഹത്തായ ജനത്തെ ഭരിക്കാൻ ജ്ഞാനിയായ ഒരു മകനെ ദാവീദിന് നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഹീരാം ദൂതൻ മുഖേന സോളമനെ അറിയിച്ചു: നിന്റെ സന്ദേശം കിട്ടി. ദേവദാരുവിൻ്റെയും സരളമരത്തിൻ്റെയും കാര്യം നിന്റെ ആഗ്രഹം പോലെ ചെയ്യാം. എൻ്റെ ജോലിക്കാർ ലെബനോനിൽ നിന്ന് തടി കടലിലേക്ക് ഇറക്കും. പിന്നീട് ചെങ്ങാടങ്ങളാക്കി നീ പറയുന്ന സ്ഥലത്തേക്ക് അയച്ചു തരാം. കരയ്ക്കെടുക്കുമ്പോൾ നീ അവ ഏറ്റുവാങ്ങണം. എൻ്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നീ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോളമന് ആവശ്യമായ ദേവദാരവും സരളമരവും ഹീരാം നൽകി. ഹീരാമിൻ്റെ ഗാർഹിക ആവശ്യങ്ങൾക്കായി സോളമൻ 20,000 കോർ ഗോതമ്പും ആട്ടിയെടുത്ത് 20,000 കോർ എണ്ണയും കൊടുത്തു. ആണ്ടുതോറും ഹീരാമിന് ഇവ കൊടുത്തുകൊണ്ടിരുന്നു. കർത്താവ് വാഗ്ദാനപ്രകാരം സോളമന് ജ്ഞാനം നൽകി. ഹീരാമും സോളമനും സമാധാനത്തിൽ കഴിഞ്ഞുകൂടുകയും ഇരുവരും ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. സോളമൻ രാജാവ് ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗത്തും നിന്ന് അടിമവേലയ്ക്ക് ആളെ എടുത്തു. 30,000 പേരാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. മാസം തോറും 10,000 പേരെ വീതം ലെബനോനിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. അവർ 1 മാസം ലെബനോനിലാണെങ്കിൽ 2 മാസം തങ്ങളുടെ വീടുകളിലായിരിക്കും. അദോണിറാമിനായിരുന്നു ഇവരുടെ മേൽനോട്ടം. ചുമടെടുക്കാൻ 70,000-ഉം മലയിൽ കല്ലുവെട്ടാൻ 80,000-ഉം ആളുകളുണ്ടായിരുന്നു. ജോലിക്കാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന 3,300 ആളുകൾക്ക് പുറമെയായിരുന്നു ഇവർ. രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ ദേവാലയത്തിൻ്റെ അടിത്തറ പണിയാൻ വിശേഷപ്പെട്ട വലിയ കല്ലുകൾ കൊണ്ടുവന്ന് ചെത്തി ശരിപ്പെടുത്തി. സോളമൻ്റെയും ഹീരാമിൻ്റെയും ശില്പികളും ഗേബാൽക്കാരും ചേർന്ന് അവ ചെത്തിമിനുക്കുകയും ദേവാലയം പണിയാനുള്ള കല്ലും മരവും തയ്യാറാക്കുകയും ചെയ്തു. അധ്യായം 6. ദേവാലയ നിർമ്മാണം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിതരായതിൻ്റെ 480-ാം വർഷം, അതായത് സോളമൻ്റെ 4-ാം ഭരണവർഷം 2-ാമത്തെ മാസമായ സീവിൽ അവൻ ദേവാലയത്തിന് പണി ആരംഭിച്ചു. സോളമൻ രാജാവിന് വേണ്ടി പണിയിച്ച ഭവനത്തിൽ നിന്ന് 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് 10 മുഴം ഉയരവും ആലയത്തിൻ്റെ വീതിക്കൊപ്പം 20 മുഴം നീളവുമുള്ള ഒരു പൂമുഖമുണ്ടായിരുന്നു. ദേവാലയ ഭിത്തിയിൽ പുറത്തേക്ക് വീതി കുറഞ്ഞു വരുന്ന ജനലുകൾ ഉണ്ടായിരുന്നു. ശ്രീകോവിലടക്കം ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള ഭിത്തികളോട് ചേർന്ന് തട്ടുകളായി മുറികൾ നിർമ്മിച്ചു. താഴത്തെ നിലയ്ക്ക് 5 മുഴവും നടുവിലത്തേതിന് 6 മുഴവും മുകളിലത്തേതിന് 7 മുഴവും വീതിയുണ്ടായിരുന്നു. തുലാങ്ങൾ ദേവാലയ ഭിത്തിയിൽ തുളച്ച് കിടക്കാതിരിക്കാൻ ആലയത്തിന് പുറമെ വീതികളിൽ ഗളം നിർമ്മിച്ച് ഘടിപ്പിച്ചു. നേരത്തെ ചുറ്റിമിനുക്കിയ കല്ലുകളായിരുന്നതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് മഴുവിൻ്റെയോ ചുറ്റികയുടേതോ മറ്റ് ഇരുമ്പായുധങ്ങളുടെയോ ശബ്ദം ദേവാലയത്തിൽ കേട്ടിരുന്നില്ല. താഴത്തെ നിലയുടെ വാതിൽ ദേവാലയത്തിൻ്റെ തെക്ക് വശത്തായിരുന്നു. ഗോവണിയിലൂടെ നടുവിലത്തെ നിലയിലേക്കും അവിടെ നിന്ന് 3-ാമത്തേതിലേക്കും മാർഗമുണ്ടായിരുന്നു. ഇങ്ങനെ അവൻ ദേവാലയം പണി തീർത്തു. ദേവദാരുവിൻ്റെ പലകയും തുലാങ്ങളും കൊണ്ട് മച്ചുണ്ടാക്കി. തട്ടുകൾ പണിയിച്ചത് ആലയത്തിന് ചുറ്റും 5 മുഴം ഉയരത്തിലാണ്. ദേവദാരു തടി കൊണ്ട് അവ ആലയവുമായി ബന്ധിപ്പിച്ചു. സോളമന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ. എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചു നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല.
സോളമൻ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കി. അവൻ ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു. തറയിൽ സരളമര പലകകളും നിരത്തി. ദേവാലയത്തിന്റെ പിൻഭാഗത്തെ 20 മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് വേർതിരിച്ചു. അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത്. ശ്രീകോവിലിന്റെ മുമ്പിലുള്ള ദേവാലയ ഭാഗത്തിന് 40 മുഴമായിരുന്നു നീളം. ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവദാരു പലകകൾ കൊണ്ട് ആലയത്തിന്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു. എല്ലായിടത്തും ദേവദാരു പലകകൾ. കല്ല് തെല്ലും ദൃശ്യമായിരുന്നില്ല. കർത്താവിന്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിന്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി. അതിന് 20 മുഴം വീതം നീളവും വീതിയും ഉയരവും ഉണ്ടായിരുന്നു. അവനത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ദേവദാരു കൊണ്ട് ബലിപീഠവും നിർമ്മിച്ചു. ദേവാലയത്തിന്റെ ഉൾവശം തങ്കം കൊണ്ട് പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മുൻവശത്ത് കുറുകെ സ്വർണ്ണച്ചങ്ങലകൾ ബന്ധിച്ചു. അവിടം സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ദേവാലയം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ശ്രീകോവിലിലെ ബലിപീഠവും അവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. 10 മുഴം ഉയരമുള്ള 2 കെരൂബുകളെ ഒലിവുതടി കൊണ്ട് നിർമ്മിച്ച് അവൻ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. കെരൂബിന്റെ ഇരുചിറകുകൾക്കും 5 മുഴം നീളമുണ്ടായിരുന്നു. ഒരു ചിറകിന്റെ അറ്റം മുതൽ മറ്റേ ചിറകിന്റെ അറ്റം വരെ ആകെ 10 മുഴം. രണ്ടാമത്തെ കെരൂബിനും 10 മുഴം. 2 കെരൂബുകളുടെയും വലിപ്പവും രൂപവും ഒന്നുപോലെ തന്നെ. ഒരു കെരൂബിന്റെ ഉയരം 10 മുഴം, മറ്റേതും അങ്ങനെ തന്നെ. സോളമൻ കെരൂബുകളെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. ഒരു കെരൂബിന്റെ ചിറക് ഒരു ചുമരിലും മറ്റേ കെരൂബിന്റെ ചിറക് മറു ചുമരിലും തൊട്ടിരിക്കത്തക്ക വിധം ചിറകുകൾ വിടർത്തിയാണ് സ്ഥാപിച്ചത്. മറ്റു 2 ചിറകുകൾ മധ്യത്തിൽ പരസ്പരം തൊട്ടിരുന്നു. അവൻ കെരൂബുകളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അകത്തും പുറത്തുമുള്ള മുറികളുടെ ഭിത്തികളിൽ കെരൂബുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കുത്തിവെച്ചിരുന്നു. അവയുടെ തറയിൽ സ്വർണം പതിച്ചിരുന്നു. ശ്രീകോവിലിന്റെ കതകുകൾ ഒലിവുതടി കൊണ്ട് നിർമ്മിച്ചു. മേൽപ്പടിയും കട്ടിളക്കാലുകളും ചേർന്ന് ഒരു പഞ്ചഭുജമായി. ഒലിവുതടിയിൽ തീർത്ത 2 കതകുകളിലും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പങ്ങൾ എന്നിവ കുത്തി എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ദേവാലയത്തിന്റെ കവാടത്തിൽ ഒലിവുതടി കൊണ്ട് ചതുരത്തിൽ കട്ടിളയുണ്ടാക്കി. അതിന്റെ കതക് 2 സരളമരം കൊണ്ട് നിർമ്മിച്ചു. ഓരോന്നിനും ഈ 2 മടക്കുപാളിയുണ്ടായിരുന്നു. അവൻ അവയിൽ കെരൂബുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിച്ചു. അവയും കൊത്തുപണികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അകത്തെ അങ്കണം ചെത്തിമിനുക്കിയ 3 നിര കല്ലും 1 നിര ദേവദാരുത്തൊടിയും കൊണ്ട് നിർമ്മിച്ചു. 4-ാം വർഷം സീവ് മാസത്തിലാണ് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടത്. 11-ാം വർഷം 8-ാം മാസം, അതായത് ബൂൽ മാസം, ദേവാലയത്തിന്റെ എല്ലാ ഭാഗങ്ങളും യഥാവിധി പൂർത്തിയായി. അങ്ങനെ ദേവാലയ നിർമ്മാണത്തിന് 7 വർഷം വേണ്ടിവന്നു.